ബാഗിട്ട് എങ്ങോട്ടെന്നല്ല, ഞാൻ നിതിൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ്. പക്ഷേ അതിനിടയ്ക്ക് നിതിൻ്റെ ചേച്ചിക്ക് കുറച്ച് മെറ്റീരിയൽ മുറിക്കാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച് ബോംബെ ടെക്സ്റ്റൈൽസിൽ പോയിട്ട് വീട്ടിലോട്ട് പോകാമെന്ന്. ചൂട് പറയാതിരിക്കാൻ വയ്യല്ലോ എൻ്റെ പൊന്നോ. എനിക്കാണെങ്കിൽ വണ്ടിയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങിയാൽ മതി എന്നുണ്ടായിരുന്നു. ആ സമയത്ത് ആകാശം എന്ത് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത്. പോകുന്ന വഴിക്ക് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കേട്ടോ, മിക്ക ഹോട്ടലുകളും അടപ്പായിരുന്നേ. ഗ്യാസ് ഇല്ലാത്തത് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ബോംബെ ടെക്സ്റ്റൈൽസിലെത്തി. എന്നിട്ട് കുറേ പേര് ചോദിച്ചായിരുന്നു ബോംബെ ടെക്സ്റ്റൈൽസിൻ്റെ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് നേരെ നടന്ന് പോവുകയാണെങ്കിൽ നമുക്ക് സൂറത്തും നോവൽറ്റി കാണാം. അതിൻ്റെ അടുത്താണ് നമ്മുടെ ബോംബെ ടെക്സ്റ്റൈൽസ് ഇരിക്കുന്നത്. ഇതിന് മുന്നേ ഞാൻ ഈ കടയിൽ വരുന്ന വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അന്ന് വന്നതിനേക്കാൾ ഇന്ന് ഒരുപാട് കളക്ഷൻസ്, അതും പുതിയ വെറൈറ്റി കളക്ഷൻസ് ആണ്. ഞാൻ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ 129 റുപ്പീസിനാണ് കേട്ടോ മീറ്ററിന്. എനിക്ക് തോന്നുന്നു കോഡ് സെറ്റായിട്ടും അതുപോലെ തന്നെ കോട്ടൺ ഡ്രസ്സ് ഈ ചൂട് സമയത്തൊക്കെ ഇടാൻ തയ്ക്കാൻ പറ്റിയ മെറ്റീരിയലാണ്. കുറഞ്ഞതും കൂടിയതുമായിട്ടുള്ള റേറ്റിലുള്ള മെറ്റീരിയൽസ് ഉണ്ട്. നമുക്ക് ഏതാണോ വേണ്ടത് നോക്കിയെടുത്താൽ മതി. അത്യാവശ്യം നല്ല അഫോർഡബിൾ റേറ്റിന് തന്നെ മെറ്റീരിയൽ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ ഗുഡ് ഫ്രൈഡേയും ഈസ്റ്ററും വരുന്നതുകൊണ്ട് ബ്ലാക്കും വൈറ്റ് മെറ്റീരിയലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. അതിൽ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ കാണുന്നതൊക്കെ നമുക്ക് ഫംഗ്ഷൻ വെയറായിട്ടൊക്കെ വെറിയാൻ പറ്റും. അപ്പോൾ ട്രിവാൻഡ്രത്ത് മെറ്റീരിയൽസ് മുറിക്കാൻ നല്ലൊരു കട തപ്പി നടക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ബോംബെ ടെക്സ്റ്റൈൽസിൽ വരാം. മുറിച്ച മെറ്റീരിയൽസ് ഏതെന്നൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. കാരണം ഞാൻ തന്നെയാണ് തെക്കുന്നത്. അപ്പോൾ തെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി നിങ്ങളോടാണ്, നമ്മൾ ഓൾറെഡി ഒരു Q&A പ്ലാൻ ചെയ്യുന്ന കാര്യം നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഈ വീഡിയോയ്ക്ക് താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളൊരു Q&A ആയിട്ട് വരുന്നുണ്ട്. പിന്നെ വീട്ടിലെത്തിക്കുള്ള കുറച്ച് സാധനം വാങ്ങാനായിട്ട് നമ്മൾ രാമചന്ദ്രനിലോട്ട് പോയിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങി. കാരണം നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു, അമ്മാതിരി ചൂടും ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് വീടെത്തിയാൽ മതി എന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. വീണ്ടും കാണാം. ടാറ്റാ.